ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ അസിംപ്റ്റോട്ടുമായി ബന്ധപ്പെട്ട ചില പ്രോബ്ലംസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, സോ നമ്മൾ അസിംപ്റ്റോട്ടുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ചെയ്യുന്നതിനായി നമുക്ക് സഹായകമായിരിക്കുന്ന ഒരു റിമാർക്ക് അല്ലെങ്കിൽ നോട്ട് ആദ്യം നിങ്ങളോട് പങ്കുവയ്ക്കുന്നു. സോ എ നോട്ട്. ഓക്കെ, സോ നമ്മൾ അസിംപ്റ്റോട്ടിൻ്റെ കേസിൽ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഓൾജിബ്രൈക് എക്സ്പ്രഷനാണ് നമ്മുടെ ഇക്വേഷൻ, കർവിൻ്റെ ഇക്വേഷൻ എങ്കിൽ അത് ഹോമോജീനിയസ് കർവ്സിൻ്റെ സമ്മായിട്ടാണ് അതിനെ എഴുതുന്നതെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്നത് അതിനെ ഫൈ എം, അതിൻ്റെ അകത്ത് ലീഡിങ് ഹയസ്റ്റ് പവർ ഹോമോജീനിയസ് ഫംഗ്ഷൻ ഓഫ് ഹയസ്റ്റ് പവർ എടുത്തിട്ട് അതിൻ്റെ അകത്തുനിന്ന് എക്സ് റൈസ് ടു എൻ കോമൺ എടുത്തിട്ട് അവിടെ നിന്നൊരു ഫൈ എൻ ഓഫ് എം എന്ന ഒരു ഫംഗ്ഷൻ നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യും. അത് ബേസിക്കലി കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് നമ്മൾ y ബൈ എക്സിന് എം എന്ന് പറയുന്ന ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. സോ എക്സ് റൈസ് ടു എൻ കോമൺ എടുത്തിട്ട് ബാക്കി യു എന്നിൻ്റെ അകത്ത് എക്സ് റൈസ് ടു എൻ കോമൺ എടുത്തിട്ട് ബാക്കി വരുന്ന എക്സ്പ്രഷൻ്റെ അകത്ത് y ബൈ എക്സിന് എം എന്ന് കൊടുക്കുമ്പോൾ കിട്ടുന്ന എക്സ്പ്രഷനാണ് ഫൈ എൻ ഓഫ് എം എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ഈക്വൽ ടു 0 എന്നുള്ള എക്സ്പ്രഷൻ്റെ അകത്തു നിന്ന് റൂട്ട്സ് കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് നമ്മളുടെ പ്രോസസ്സ് പ്രൊസീഡ് ചെയ്യുന്നത്. ഇതിൻ്റെ റൂട്ട്സിനെയാണ് നമ്മൾ അസിംപ്റ്റോട്ടിൻ്റെ സ്ലോപ്പായിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്നത് എക്സ് റൈസ് ടു എൻ, യു എന്നിൻ്റെ അകത്ത് നിന്ന്, യു എൻ ഇസ് എ ഹോമോജീനിയസ് ഫംഗ്ഷൻ ഓഫ് ഡിഗ്രി എന്നാണെങ്കിൽ യു എന്നിൻ്റെ അകത്തു നിന്ന് എക്സ് റൈസ് ടു എൻ കോമൺ എടുക്കുന്നു. ബാക്കിയുള്ള റിമൈനിങ് ഫംഗ്ഷനെ നമ്മൾ y ബൈ എക്സിൻ്റെ ടേംസിലാക്കിയിട്ട് y ബൈ എക്സിന് എം എന്ന് കൊടുക്കുന്നു. സോ ഇതല്ലാതെ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി സോ ഫൈ എൻ എം ഇസ് ഈക്വൽ ടു 0 ക്യാൻ ഓൾസോ ബി obtained by substituting x is equal to 1 and y is equal to m. ഓക്കെ, സോ നമ്മൾ തന്നിരിക്കുന്ന എക്സ്പ്രഷൻ്റെ അകത്ത് നിന്ന് യു എന്നിൻ്റെ അകത്ത് യു എൻ എന്ന് പറയുന്ന എക്സ്പ്രഷൻ്റെ അകത്ത് എക്സ് ഈസ് ഈക്വൽ ടു 1 എന്നും വൈ ഈസ് ഈക്വൽ ടു എം എന്ന് കൊടുത്താലും നമുക്ക് ഫൈ എൻ ഓഫ് എം എന്ന് പറയുന്ന എക്സ്പ്രഷൻ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഓക്കെ, ഇതുപോലെ തന്നെ യു എൻ മൈനസ് 1ൻ്റെ അകത്ത് എക്സ് ഈസ് ഈക്വൽ ടു 1 y is equal to m എന്നും കൊടുത്താൽ ഫൈ എൻ മൈനസ് 1 ഓഫ് എം കിട്ടും. ഇങ്ങനെ നമുക്ക് ഫൈ എന്നുകളുടെ വാല്യൂ സാധാരണയായിട്ട് ചെയ്യുന്നത് എക്സ് റൈസ് ടു എൻ കോമൺ എടുത്തിട്ട് y ബൈ എക്സിന് എം എന്ന് കൊടുക്കുകയാണ് സാധാരണയായിട്ട് ചെയ്യുന്നത്. അതിന് പകരമായിട്ട് എക്സ് ഈസ് ഈക്വൽ ടു 1 എന്നും y ഈസ് ഈക്വൽ ടു എം എന്നും കൊടുത്ത് പ്രൊസീഡ് ചെയ്താലും വി ഗെറ്റ് ദ സെയിം ഇക്വേഷൻ. ഓക്കെ, സോ ഇതായിരിക്കും നമ്മൾ പ്രോബ്ലത്തിന് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന എക്സ്പ്രഷൻ. സോ പ്ലീസ് റിമെമ്പർ ദിസ്. ഓക്കെ, സോ ഇത് ആയിരിക്കും നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു എ പ്രോബ്ലം. So question is question 2. Okay, find the asymptote of the cubic curve. Find the asymptote of the cubic curve. 2x cube minus x square y minus 2xy square plus y cube minus 4x square plus 8xy minus 4x plus 1 is equal to 0. Okay, സോ ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ. ഇതിൻ്റെ അസിംപ്റ്റോട്ട്സ് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. സോ ക്ലിയർലി നമ്മൾ ആദ്യം നോക്കേണ്ടത്, നമുക്ക് തന്നിരിക്കുന്ന എക്സ്പ്രഷൻ ഒരു റാഷണൽ ഓൾജിബ്രൈക് എക്സ്പ്രഷനാണ്. അതായത് ഒരു പോളിനോമിയൽസ് വിത്ത് റെസ്പെക്ട് ടു പവേഴ്സ് ഓഫ് എക്സ് ആൻഡ് പവേഴ്സ് ഓഫ് വൈ അതിൻ്റെ കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ഈസ് ഇതിനെ യു എൻ പ്ലസ് യു എൻ മൈനസ് 1 പ്ലസ് യു എൻ മൈനസ് 2 പ്ലസ് എക്സെട്ര യു നോട്ട് ഈസ് ഈക്വൽ ടു 0 എന്നുള്ള ഫോമിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ്.
അവിടെ യു എന്ന് പറയുന്നത് ഹോമോജീനിയസ് ഫംഗ്ഷൻ ഓഫ് ഡിഗ്രി n. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ എക്സ്പ്രഷൻ്റെ അകത്തു നിന്ന് നമ്മൾ യു എൻ കണ്ടുപിടിക്കണം, UN-1 കണ്ടുപിടിക്കണം, UN-2 കണ്ടുപിടിക്കണം. ഓക്കെ, സോ അതിനു വേണ്ടി നമ്മൾ എപ്പോഴും നോക്കേണ്ടത് നമ്മൾ ലീഡിങ് പവേഴ്സ് എടുക്കുക. ഓക്കെ, ലീഡിങ് പവേഴ്സ് എന്ന് പറയുമ്പോൾ എക്സിൻ്റെയും വൈയുടെയും പവറുകളുടെ സം ഏറ്റവും മാക്സിമം കിട്ടുന്നതാണ് ലീഡിങ് പവേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ടേംസ് എടുക്കുക. ഈ എക്സ്പ്രഷൻ്റെ അകത്തു നിന്ന് മാക്സിമം പവർ വരുന്നത് 3 എന്ന് പറയുന്നതാണ്. ഓക്കെ, സോ 3 എന്ന് പറയുന്ന പവർ വരുന്ന ടേംസ് ഒന്ന് 2x³ അതിൻ്റെ പവർ 3 ആണ്. ഇവിടെ x² പിന്നെ y⁻1 സം എടുക്കുമ്പോൾ പവർ 3 ആണ്. സോ 3 വരുന്ന 1 2 ഇവിടുത്തെ x⁻1 y² എന്നുള്ള ടേം എടുക്കുമ്പോൾ അതിൻ്റെ പവർ 3 ആണ്. അതുപോലെ y³ എന്ന ടേം എടുക്കുമ്പോൾ അതിൻ്റെ പവർ 3 ആണ്. സോ ലാർജസ്റ്റ് പവർ 3 വരുന്ന 4 ടേംസ് ഉണ്ട്. ഓക്കെ, സോ ഇവിടുത്തെ ലാർജസ്റ്റ് പവർ 3യുമാണ്. സോ n = നമ്മുടെ കേസിൽ 3 ആണ്. സോ ദിസ് ഷുഡ് ബി ഈ 4 ടേമും കൂടെ ചേർത്ത് ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് U3. ഓക്കെ, സോ ഇതാണ് നമ്മുടെ U3 ആയിട്ട്. കാരണം ഇതിനെക്കാട്ടിലും വലിയ പവേഴ്സ് വരുന്ന വേറെ ടേംസ് ഒന്നും ഇതിൻ്റെ അകത്തില്ല. ഓക്കെ, സോ ദീസ് 4 ടേംസ് ടുഗദർ ക്യാൻ ബി കോൾഡ് ആസ് എ U3. അപ്പോൾ നമ്മുടെ U3. ഓക്കെ, നെക്സ്റ്റ് ഈസ് അടുത്തത് 3 പവർ കഴിഞ്ഞാൽ അടുത്ത 2 പവർ വരുന്ന ടേംസ് എല്ലാം ഒരുമിച്ചാക്കുക. അതിനെ U2 എന്ന് കൊടുക്കുക. ഇവിടെ സെക്കൻഡ് പവർ വരുന്ന 2 ടേംസ് ആണ് നമുക്കുള്ളത്. ഒന്ന് 4x²ഉം 2 8xy. x⁻1 y⁻1ൻ്റെയും കൂടെ പവർ സം ചെയ്യുമ്പോൾ 2 കിട്ടും. ഓക്കെ, സോ ദിസ് ഈസ് ആക്ച്വലി U2. സോ U3 പ്ലസ് നെക്സ്റ്റ് ഈസ് U2. ഓക്കെ, അടുത്തത് പവർ 1 വരുന്ന ടേം. പവർ 1 വരുന്ന ഒരേ ഒരു ടേമേ ഉള്ളൂ, വിച്ച് ഈസ് ആക്ച്വലി x⁻1. സോ വിച്ച് ഈസ് ആക്ച്വലി U1. ഇതാണ് പവർ 1 വരുന്ന ടേം. ഇനി പവർ 0 വരുന്ന ഒരു ടേം ഉണ്ട്, അതാണ് 1 എന്ന് പറഞ്ഞ ടേം. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് U0. ഓക്കെ, സോ വിച്ച് ഈസ് ഈക്വൽ ടു 0. അതായത് നമ്മുടെ എക്സ്പ്രഷനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുന്നു. ദിസ് ഈസ് ഓഫ് ദ ഫോം U3 പ്ലസ് U2 പ്ലസ് U1 പ്ലസ് U0 ഈസ് ഈക്വൽ ടു 0, വേർ നമുക്ക് ഓരോന്നും എഴുതാം. U3 ഈസ് ആക്ച്വലി 2x³ മൈനസ് x² മൈനസ് 2xy² പ്ലസ് y³ എന്നുള്ളതാണ് U3. ഓക്കെ, സോ ഇനി നമുക്കിത് ഹോമോജീനിയസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ അല്ലാതെ മാർഗമുണ്ട്. നമ്മൾ U3 ഓഫ് λx, എക്സിന് പകരം λx എന്നും വൈക്ക് പകരം λy എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു λ³ U3 ഓഫ് xy എന്ന് തന്നെ വരണം. ഓക്കെ, U3 ഓഫ് xy ആണ് ഇത്. ഇങ്ങനെ കിട്ടും എന്ന് നിങ്ങൾ വെരിഫൈ ചെയ്യുക. സോ ദിസ് ഈസ് U3. സിമിലർലി U2 ഈസ് മൈനസ് 4x² പ്ലസ് 8xy. ഓക്കെ, ആൻഡ് സിമിലർലി U1 ഈസ് ആക്ച്വലി minus 4x and U0 is actually 1. So ഇതാണ് U0ഉം U1ഉം U2ഉം U3ഉം നമ്മൾ കണ്ടെത്തി. ഓക്കെ, നെക്സ്റ്റ് ഈസ് നമ്മുടെ ലാർജസ്റ്റ് പവർ ഉള്ള ടേംസിൻ്റെ അകത്തു നിന്ന് x⁻r കോമൺ. UN ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് x⁻n കോമൺ എടുത്തിട്ട് നമ്മൾ ബാക്കിയുള്ളതിനെ x⁻n ഇൻറ്റു ഫൈ ഓഫ് y/x എന്നുള്ള ഫോമിലേക്ക് മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുത്തെ കേസിൽ നമ്മുടെ എക്സ്പ്രഷൻ നമ്മൾ എടുക്കുന്നു. സോ നമ്മുടെ എക്സ്പ്രഷൻ ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ. ആ എക്സ്പ്രഷൻ്റെ അകത്തുനിന്ന് U0, അത് നമ്മുടെ ഫസ്റ്റ് ടേംസ് U3 ആണ്. U3ക്ക് അകത്തുനിന്ന് എല്ലാത്തിൻ്റെ അകത്തുനിന്നും x³ കോമൺ എടുക്കുന്നു. ഓക്കെ, സോ x³ കോമൺ എടുക്കുമ്പോൾ ദിസ് എക്സ്പ്രഷൻ, ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. സോ 1 ബിക്കംസ് ആക്ച്വലി, സോ 1 ബിക്കംസ് ആദ്യം U3 എന്നുള്ള ടേംസിൻ്റെ അകത്തുനിന്നെല്ലാം x³ കോമൺ എടുക്കുക. സോ x³ കോമൺ എടുക്കുമ്പോൾ x³ ഇൻറ്റു ബാക്കി വരുന്നത് 2. ഓക്കെ, ഇവിടെ നിന്ന് x³ നിന്ന് 2x³ x³ കോമൺ എടുക്കുമ്പോൾ ബാക്കി 2 വരും. അടുത്തത് ഇവിടെ നിന്ന് x² ഉണ്ട്, x² എടുത്തു, പിന്നെ x³ ആണ് ഇവിടെ നിന്ന് കോമൺ എടുക്കുന്നത്. സോ ഒരു എക്സ്ട്രാ ആയിട്ട് കോമൺ എടുത്തു. സോ y/x എന്നൊരു ടേം വരും. സോ മൈനസ് y/x. ഓക്കെ, അടുത്തത് ഇവിടെ എക്സേ ഉള്ളൂ, നമ്മൾ x³ ആണ് കോമൺ എടുക്കുന്നത്. സോ എക്സ്ട്രാ ആയിട്ട് ഒരു x² വരും. സോ അതിനെ മൈനസ് 2y/x ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അടുത്തത് ഇവിടെ x³ ടേംസ് ഇല്ല. സോ നമ്മൾ x⁻3 കോമൺ എടുത്തിട്ടുണ്ട്. സോ ഇവിടെ ഒരു ഡിവൈഡഡ് ബൈ x³ കൂടെ വരും, പ്ലസ് y/x ദ ഹോൾ ക്യൂബ്. ഇതാണ് ഫസ്റ്റ് ടേം. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ടേമിൻ്റെ അകത്തുനിന്ന് നമുക്ക് x² കോമൺ എടുക്കാം. സോ പ്ലസ് x² ഇൻറ്റു
first term is actually minus 4. Okay, second term is actually 8y by x. Okay, ഇവിടെ നിന്ന് ഒരു എക്സേ ഉള്ളൂ, നമ്മൾ എക്സ് സ്ക്വയർ കോമ എടുത്തിട്ടുണ്ട്. അടുത്തതിനകത്തുനിന്ന് നമ്മൾ കോമ എടുക്കുമ്പോൾ മൈനസ് എക്സ് ഇൻറ്റു 4. ഓക്കെ, ഇത് 4x എന്ന് എഴുതുക, പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ നമ്മുടെ എക്സ്പ്രഷനെ ട്രാൻസ്ഫോം ചെയ്തു. അതിൽ നിന്ന് നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, സോ ഇതിനെ നമുക്ക് എക്സ് ക്യൂബ് ഇൻറ്റു ദിസ് ഈസ് ദ ഫസ്റ്റ്, ഇതിൻ്റെ എക്സ് ക്യൂബിന് ശേഷം വരുന്ന ബാക്കിയുള്ള ടേംസ് ആണ് നമ്മൾ 5/3 ഓഫ് വൈ ബൈ എക്സ് എന്ന് എഴുതുന്നത്. സോ ഇത് വൈ ബൈ എക്സിൻ്റെ ടേംസ് ആണ്. സോ ഇത്രയും ടേംസ് ആണ് 5/3 ഓഫ് വൈ ബൈ എക്സ്. പ്ലസ് നെക്സ്റ്റ് ഈസ് എക്സ് സ്ക്വയർ ഇൻറ്റു ബാക്കി 5/2 ഓഫ് വൈ ബൈ എക്സ്. ഇത്രയും ടേംസ് ആണ്, അതായത് ഇത്രയും ടേംസ് ആണ് 5/2 ഓഫ് വൈ ബൈ എക്സ് എന്ന് പറയുന്നത്. ഇത്രയും ടേംസ് ആണ് 5/3 ഓഫ് വൈ ബൈ എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, മൈനസ് എക്സ് ഇൻറ്റു 5/1 ഓഫ് എക്സ് വൈ ബൈ എക്സ്. ഓക്കെ, 5/1 ഓഫ് വൈ ബൈ എക്സ് എന്ന് വെച്ചാൽ ഈ ടേം മാത്രമേ വരത്തുള്ളൂ. ഓക്കെ, പ്ലസ് 5/0 ഓഫ് വൈ ബൈ എക്സ്. 5/0 ഓഫ് വൈ ബൈ എക്സ് ഈസ് ആക്ച്വലി 1 is equal to 0. ഈ ഫോമിലേക്ക് അതിനെ മാറ്റാം. where 5/3 is this term, 5/2 is this term, etc. സോ ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള 5/3 ഓഫ് എക്സ് വൈ ബൈ എക്സ് എടുക്കുന്നു. അതിൻ്റെ അകത്ത് വൈ ബൈ എക്സിന് പകരം എം എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താം. ഓക്കെ, സോ 5/3 ഓഫ് വൈ ബൈ എക്സിന് നമ്മൾ വൈ ബൈ എക്സിന് എം എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നു. പുട്ട് y by x is equal to m എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. ഓക്കെ, അപ്പം 5/3 ഓഫ് m should be equal to 2 minus m minus 2m square plus m cube എന്ന് കിട്ടും. സിമിലർലി 5/2 ഓഫ് m എഴുതുക, അവിടെയും y by xന് നമ്മൾ m എന്ന് കൊടുത്താൽ മതി. ഓക്കെ, 5/2 ഓഫ് m should be equal to minus 4 plus 8m എന്ന് കിട്ടും. ഓക്കെ, സിമിലർലി 5/1 ഓഫ് m should be equal to, ഇവിടെ 5/1 ഓഫ് m എന്ന് y by x എന്ന് വെച്ചാൽ 4 ആണ്, സോ മൈനസ് 4 തന്നെ കിട്ടും. അതുപോലെ തന്നെ 5/0 ഓഫ് m should be equal to 1 എന്നും കിട്ടും. ഓക്കെ, സോ നമ്മൾ എഴുതി. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കൂട്ട് ഇതിന് പകരം നമുക്ക് ഫസ്റ്റ് എക്സ്പ്രഷനിൽ തന്നെ 5/0 5/1 ഒക്കെ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, സോ u3 എന്ന് പറയുന്ന എക്സ്പ്രഷൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞു u3 കണ്ടുപിടിച്ചാൽ എക്സിന് 1 എന്നും വൈക്ക് m എന്നും കൊടുത്താൽ നമുക്ക് ഈ വാല്യൂ കിട്ടും. സോ എക്സിന് 1 എന്നും വൈക്ക് m എന്നും കൊടുത്താൽ ദിസ് എക്സ്പ്രഷൻ ഈസ് 2 × 1 മൈനസ് x 1 സ്ക്വയർ ഇൻറ്റു y m. സോ ദിസ് ഈസ് ആക്ച്വലി 2 മൈനസ് m എന്ന് കിട്ടും. ഓക്കെ, മൈനസ് 2 × 1 × m സ്ക്വയർ മൈനസ് 2m സ്ക്വയർ എന്ന് കിട്ടും, പ്ലസ് m ക്യൂബ് എന്ന് കിട്ടും. സോ അത് തന്നെയാണ് 2 മൈനസ് m മൈനസ് 2m സ്ക്വയർ പ്ലസ് m ക്യൂബ്. അതായത് എക്സിന് 1 എന്നും വൈക്ക് m എന്നും കൊടുത്താലും ഇതേ എക്സ്പ്രഷൻ തന്നെ കിട്ടും. സിമിലർലി 5/2 ഓഫ് എമ്മിൻ്റെ കേസിൽ എക്സിന് 1 എന്ന് കൊടുക്കുക, വൈക്ക് m എന്ന് കൊടുക്കുക. സോ മൈനസ് 4 പ്ലസ് 8 × 1 × m, അതായത് മൈനസ് 4 പ്ലസ് 8m തന്നെ കിട്ടും. ഓക്കെ, സോ ഇവിടെ 5/1 ഓഫ് എക്സിൻ്റെ അകത്ത് 5/1 ഓഫ് വൈ ബൈ എക്സിൻ്റെ കേസിൽ എക്സിന് 1 എന്ന് കൊടുക്കുക, വൈക്ക് m എന്ന് കൊടുക്കുക, ദിസ് ഈസ് ബിക്കംസ് മൈനസ് 4 എന്ന് കിട്ടും. സിമിലർലി അപ്പോൾ നമുക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാൻ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത മെത്തേഡ് വെച്ച് ചെയ്തതേ ഉള്ളൂ. യു ക്യാൻ പ്രൊസീഡ് ലൈക്ക് ദാറ്റ് ആൻഡ് ഫൈൻഡ് ദിസ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ എക്സ്പ്രസേഷൻ വെച്ചറിയാം. നമുക്ക് ലാർജസ്റ്റ് പവർ un എടുക്കുന്നു, അതിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ടുള്ള 5n ഓഫ് m എടുക്കുന്നു, അത് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ നമുക്ക് എമ്മിൻ്റെ വാല്യൂ കിട്ടും. ആ എം ആണ് സ്ലോപ്പ് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ഹിയർ ഇറ്റ് ഈസ് 5/3 ഓഫ് എം. സോ വി ഹാവ് ടു ഇക്വേറ്റ് ദാറ്റ് 5/3 ഓഫ് എം ഷുഡ് ബി ഈക്വൽ ടു 0 എന്ന് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ആദ്യം ചെയ്തത് നമ്മൾ ഹോമോജീനിയസ് എക്സ്പ്രഷൻ ആക്കി. ഓക്കെ, പിന്നെ ലാർജസ്റ്റ് പവർ ടേം എടുത്തു. ഓക്കെ, അതിൽ നിന്ന് 5n ഓഫ് m എടുത്തു, വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. m ഇത് കിട്ടാൻ വേണ്ടി x ഈസ് ഈക്വൽ ടു 1 എന്നും y ഈസ് ഈക്വൽ ടു m എന്നും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. ഇതിൻ്റെ റൂട്ട്സ് ആണ് ആക്ച്വലി എന്ത്
നമുക്ക് സ്ലോപ്പായിട്ട് അസിംപ്റ്റോട്ടിൻ്റെ സ്ലോപ്പായിട്ട് കൺസിഡർ ചെയ്യാം. സോ 5/3 of m is equal to 0 implies നമുക്കിതിനെ തിരിച്ച് ലീഡിങ് പവേഴ്സ് തൊട്ട് എഴുതാം. m ക്യൂബ് മൈനസ് 2m² മൈനസ് m മൈനസ് പ്ലസ് 2 ഈസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, സോ ഇതിൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കണം. ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. സോ ഇതിനെ m-1 ഇൻറ്റു m+1 ഇൻറ്റു m-2 ഈസ് ഈക്വൽ ടു 0 എന്ന രൂപത്തിൽ നമുക്കിതിനെ എഴുതാം. സോ ഇതിനെ ഇങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം, ഫാക്ടറൈസ് ചെയ്യാം. സോ ഫ്രം ദിസ് വി ക്യാൻ സേ ദാറ്റ് m-1 equal to 0, which implies m is equal to 1, or m+1 equal to 0, which implies m is equal to -1, and m-2 equal to 0, which implies m is equal to 2. So actually ഇതിന് 3 റൂട്ട്സ് ആണ് ഉള്ളത്. ഓക്കെ, സോ നമുക്ക് 3 ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്സ് കിട്ടി. ഈ 3 ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്സിൻ്റെയും കേസിൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. നമ്മുടെ അസിംപ്റ്റോട്ടിൻ്റെ എക്സ്പ്രഷൻ y is equal to mx plus c എന്നുള്ള എക്സ്പ്രഷനാണ്. അതിൻ്റെ അകത്ത് എമ്മിൻ്റെ വാല്യൂ ആണ് ഇപ്പോൾ കിട്ടിയത്. ഇനി ഓരോ എമ്മിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിയുടെ വാല്യൂയും കൂടെ കിട്ടണം, എങ്കിൽ മാത്രം നമുക്ക് അസിംപ്റ്റോട്ട് കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. സോ ഇനി ഓരോ കേസിലും നമുക്ക് സിയുടെ വാല്യൂയും കൂടെ കണ്ടെത്താം. നമുക്കറിയാം സി കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ സി ഈസ് ഈക്വൽ ടു 5n-1 m ഡിവൈഡഡ് ബൈ 5n' ഓഫ് m എന്നുള്ളതാണ് സി കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ. സോ ദർസ് ഓൾസോ എ മൈനസ്. സോ ഇവിടെ നമ്മുടെ കേസിൽ സി ഈസ് ഈക്വൽ ടു, ഇവിടെ ലാർജസ്റ്റ് പവർ എന്ന് വെച്ചാൽ 5/3 ആണ്. സോ ഇവിടെ മൈനസ് 5/2 ഓഫ് m ഡിവൈഡഡ് ബൈ 5/3 ഓഫ് m ഫോർ ഈച്ച് m. ഓക്കെ, സോ നമുക്ക് ഈ ഓരോ കേസിൽ നമുക്ക് കണ്ടെത്തണം 5/2m 5/3 ഓഫ് m നമുക്ക് കണ്ടെത്തണം. ഓക്കെ, ഇനി 5/3 ഓഫ് m നമുക്കറിയാം, അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കാം. സോ 5/3 ഓഫ് m ഷുഡ് ബി ഈക്വൽ ടു 3m² മൈനസ് 4m മൈനസ് 1 എന്ന് കിട്ടും. ആദ്യം നമുക്ക് അതുപോലെ തന്നെ 5/2m വാല്യൂ നമുക്ക് കണ്ടെത്താം. സോ 5/2m ഈസ് ആക്ച്വലി 8m മൈനസ് 4. ഓക്കെ, സോ ഈ എക്സ്പ്രഷൻ വാലിഡ് ആകണമെന്നുണ്ടെങ്കിൽ 5n' ഓഫ് m should not be equal to 0. Okay, so നമുക്ക് ആദ്യം നമ്മുടെ m is equal to 1 കൊടുക്കാം. So 5/3 of 1 should be equal to 3 into 1 square minus 4 into 1 minus 1, which is 3 minus 5, which is equal to -2, which is not equal to 0. Okay, so നമുക്ക് ഈ ഇക്വേഷൻ വെച്ച് തന്നെ സിയുടെ വാല്യൂ കറസ്പോണ്ടിങ് വാല്യൂസ് നമുക്ക് കണ്ടെത്താം. ഓക്കെ, സോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള 5/2m എന്ന് പറയുന്നത് 5/2m is 1, 5/2m is 8 minus 4, which is equal to 4 എന്ന് കിട്ടും. സോ കറസ്പോണ്ടിങ് സിയുടെ വാല്യൂ ഈസ് ആക്ച്വലി മൈനസ് 5/2 ഓഫ് m divided by 5/3 of m. Okay, here m is 1, so the answer is minus 5/2 of, so minus 4 divided by actually -2, which is equal to 2 എന്ന് കിട്ടും. സോ m is equal to 1 ആണെങ്കിൽ കറസ്പോണ്ടിങ് c is actually 2. ഇനി അടുത്ത വാല്യൂസ് നമുക്ക് കണ്ടെത്താം. സോ നെക്സ്റ്റ് ഈസ് അറ്റ് m is equal to -1. So 5/3 of -1 is actually 3 into -1 square minus 4 into -1 minus 1. So which is equal to 3 plus 4 minus 1, which is actually 6, which is not equal to 0. So നമ്മുടെ equation വെച്ച് proceed ചെയ്യാം. So 5/2 of 1 is equal to 5/2 of -1 is equal to
8 into minus 1 minus 4, which is equal to minus 12. Okay, so C is corresponding C is actually minus of phi 2 of minus 1 divided by phi 3 of minus 1, phi 3 dash of minus 1. So which is equal to minus of minus 12, which is equal to 12 divided by 6, which is actually equal to 2. So in next value, അടുത്ത മൂന്നാമത്തേത് at m is equal to 2. Phi 3 dash of 2 is actually equal to 3 into 2 square minus 4 into 2 minus 1. So which is actually 12 minus 8 minus 1. So which is actually equal to 3, which is not equal to 0. So നമ്മുടെ equation വെച്ച് proceed ചെയ്യാം. So phi 2 of 2 actually equal to 8 into 2 minus 4, which is actually 12. Okay, so C യുടെ വാല്യൂ എന്ന് വെച്ചാൽ minus of phi 2 of 2 divided by phi 3 dash of 2, which is equal to minus 12 divided by 3, which is equal to minus 4. Okay, so നമ്മൾ മൂന്ന് കേസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞു. സോ നമുക്ക് ഓരോന്നോരോന്നായിട്ട് എഴുതാം. ഫസ്റ്റ് കേസിൽ m is equal to 1 ആകുമ്പോൾ c is equal to 2 ആണ്. ഓക്കെ, സോ m is equal to minus 1 ആകുമ്പോൾ c is equal to 2 ആണ്. m is equal to 2 ആകുമ്പോൾ c is equal to minus 4 ആണ്. സോ നമ്മുടെ അസിംപ്റ്റോട്ടിൻ്റെ ഇക്വേഷൻ ഈസ് ആക്ച്വലി y is equal to mx plus c എന്നുള്ളതാണ് അസിംപ്റ്റോട്ടിൻ്റെ ഇക്വേഷൻ. സോ കറസ്പോണ്ടിങ് എമ്മിൻ്റെ വാല്യൂ സിയുടെ വാല്യൂ ഉണ്ട്. കറസ്പോണ്ടിങ് അസിംപ്റ്റോട്ട്സ് ആർ y is equal to ഒന്നാമത്തെ കേസിൽ 1 into x. സോ എക്സ് പ്ലസ് 2 ഒന്നാമത്തെ അസിംപ്റ്റോട്ട്. രണ്ടാമത്തെ അസിംപ്റ്റോട്ട് y is equal to മൈനസ് 1 into x, which is മൈനസ് എക്സ് പ്ലസ് 2 രണ്ടാമത്തെ അസിംപ്റ്റോട്ട്. മൂന്നാമത്തെ അസിംപ്റ്റോട്ട് y is equal to 2x, m is to 2 into x minus 4. സോ നമ്മുടെ കേർവിന് 3 അസിംപ്റ്റോട്ട്സ് ആണുള്ളത്. ആ 3 അസിംപ്റ്റോട്ട്സ് ആണ് ഈ 3 ഇക്വേഷൻ. 3 അസിംപ്റ്റോട്ടിനെ കണ്ടുപിടിക്കുന്ന എക്സ്പ്രഷൻസ് ആണ് ഇത്. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. താങ്ക് യു.